സെൽമല്ലേ ജോയിൻ ചെയ്തേ? ഹലോ. എന്താ മാം പറഞ്ഞേ? കേട്ടില്ല. ആ, ആ, സെൽമന്നല്ലേ ചോദിച്ചതാ. ഞാൻ ഹോസ്റ്റ് ആക്കേണ്ടിട്ടുണ്ടോ? ആ, ഓക്കെ ഓക്കെ. ഞാൻ PPT ഷെയർ ആക്കാം. കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. ക്ലാസ് എടുക്കാനായിട്ടില്ലല്ലോ? 5:05 ആയിക്കോട്ടെ കേട്ടോ. 5 മിനിറ്റ് ആ, കൂടെ വെയിറ്റ്. ഓക്കെ ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വോയിസ്? ആരെങ്കിലും ഒരാളൊന്ന് പറയോ വോയിസ് കേൾക്കുന്നുണ്ടോന്ന്? വോയിസ് പറയാമോ? ഞാൻ മെസ്സേജ് നോക്കുന്നില്ല. കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡിയാസ്പോറ ആസ് എ ഡിസ്പേർഷൻ ഓഫ് പീപ്പിൾ ത്രോ ഔട്ട് ദ വേൾഡ് ഇൻഡിക്കേറ്റ്സ്. അല്ലെ, എന്താ പറയണത്? ലോകമെമ്പാടുമുള്ള ആളുകളുടെ ചിതറിപ്പാർപ്പായിട്ട് കണക്കാക്കുന്ന ഡിയാസ്പോറ എന്ന് പറയുന്നത് എന്തിനെയാണ് താഴെ പറയുന്നതിൽ സൂചിപ്പിക്കുന്നത്? അല്ലെ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷനും നോക്കുക. ഒന്നാമത്തത് ലാക്ക് ഓഫ് സോളിഡാരിറ്റി വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ സെയിം എത്നിക് ഗ്രൂപ്പ്, എമർജൻസ് ഓഫ് എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റീസ്, ഗ്രേറ്റർ കൾച്ചറൽ ഹൈബ്രിഡിറ്റി, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഫ്രം ദ ഫോറിൻ ഏരിയാസ്. എന്താണ് ഓരോന്നും പറയുന്നത്? ഒന്നാമത്തത് ലാക്ക് ഓഫ് സോളിഡാരിറ്റി വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ സെയിം എത്നിക് ഗ്രൂപ്പ്. അല്ലെ, അതായത് ഒരേ വംശീയ വിഭാഗത്തിലെ അംഗങ്ങളുമായിട്ടുള്ള ഐക്യദാർഢ്യത്തിന്റെ അഭാവം. അതെന്തല്ല ഈ ഡിയാസ്പോറയുമായിട്ട് സൂചിപ്പിക്കുന്നത് അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എമർജൻസ് ഓഫ് എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റീസ്. അല്ലെ, അതായത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന സമൂഹങ്ങളുടെ ഉദയം. അതെന്താണ്? കറക്റ്റ് ഓപ്ഷനാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ഗ്രേറ്റർ കൾച്ചറൽ ഹൈബ്രിഡിറ്റി. അല്ലെ, അതായത് കൂടുതൽ സാംസ്കാരിക സമ്മിശ്രണം. അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷന് ആണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുക. കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഫ്രം ദ ഫോറിൻ ഏരിയാസ്. അല്ലെ, അതായത് വിദേശ പ്രദേശങ്ങളുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വേർപാട്. അതെന്താണ്? ഇതുമായിട്ട് ബന്ധം ഉള്ളത് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ബിയും സിയുമാണ്. അങ്ങനെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അല്ലെ, ബി ആൻഡ് സി ഓൺലി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഒന്നാമത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അല്ലെ, കുറച്ച് കൺസെപ്റ്റും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് പ്രൊപ്പൗണ്ടേഴ്സിനെയും തന്നിട്ടുണ്ട്. അല്ലെ, അത് ഓരോന്നും അതിന് ഓരോരുത്തരുടെയും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ആരാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ഡിസ്റ്റന്റ് പ്രോക്സിമിറ്റ്സ്. അല്ലെ, അത് ആരതാണ്? അത് നമ്മുടെ എന്താ പറയാ ജെ റോസേനിയോ എന്ന് പറയുന്ന വ്യക്തിന്റെയാണ്. അതായത് ഓപ്ഷൻ 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. അല്ലെ, അദ്ദേഹത്തിന്റെയാണ് അത്. രണ്ടാമത്തേത് നോക്കുക. സോഷ്യൽ ജിയോമെട്രി. അല്ലെ, സോഷ്യൽ ജിയോമെട്രി ആരതാണ്? അത് ജോർജ് സിമ്മലാണ്. അത് ഈ ജോമെട്രി എന്നുള്ളത് ജോർജ് എന്നുള്ള അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒന്ന് വേഗം കിട്ടും. അപ്പൊ സോഷ്യൽ ജിയോമെട്രി ജോർജ് സിമ്മൽ. മൂന്നാമത്തത് കൺവേഴ്സേഷൻ ഓഫ് ഗസ്റ്റർ. അല്ലെ, അതാരതാണ്? അത് GH മെഡ് ആണ്. കൺവേഴ്സേഷൻ ഓഫ് ഗസ്റ്റർ GH മെഡ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുക. ഡീഡ് ഡിസ്പോസിഷൻ. അല്ലെ, നീഡ് ഡിസ്പോസിഷൻ ആരതാണ്? ടാൾക്കോട്ട് പാഴ്സണ്ടത് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നൊന്ന് വിശദീകരണം നോക്കാം. ഒന്നാമത്തത് റൊസേനിയോ. അല്ലെ, ഏതായിരുന്നു കൺസെപ്റ്റ്? ഡിസ്റ്റന്റ് പ്രോക്സിമേറ്റ്സ്. അല്ലെ, ഡിസ്റ്റന്റ് പ്രോക്സിമേറ്റ് ആണ് റൊസേനിയോന്റെ. അത് ദൂരെ ആയിരുന്നാലും ആഗോളവൽക്കരണവും അതുപോലെ തന്നെ ആശയവിനിമയവും മൂലം ആളുകളും സമൂഹങ്ങളും പരസ്പരം അടുത്ത ബന്ധത്തിലാവുന്നു എന്നുള്ള അവസ്ഥനെ സൂചിപ്പിക്കുന്നതാണ് ഡിസാസ്റ്റന്റ് പ്രോക്സിമേറ്റ്സ്. അതാരതാണ്? ജെ റൊസേനിയോന്റെ ആണ്. രണ്ടാമത്താണ് ജോർജ് സിമ്മലിന്റെ സോഷ്യൽ ജിയോമെട്രി. അല്ലെ, അത് സാമൂഹ്യ ബന്ധങ്ങളെ ഡിസ്റ്റൻസ്, അതേപോലെ പ്രോക്സിമിറ്റി, നമ്പർ ഓഫ് പീപ്പിൾ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിലൂടെയൊക്കെ വിശകലനം ചെയ്യുന്നതാണ് സോഷ്യൽ ജിയോമെട്രി എന്ന് പറയുന്നത്. സോഷ്യൽ ജിയോമെട്രി ജോർജ് സിമ്മലിന്റെയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. കോൺവെർസേഷൻ ഓഫ് ഗസ്റ്റർ. അല്ലെ, കോൺവെർസേഷൻ ഓഫ് ഗസ്റ്റർ ആർതാണ്? GH മെഡിന്റെ ആണ്. അതെന്താ പറയുന്നത്? അതായത് സിംബോളിക് ഇൻട്രാക്ഷനിസത്തില് മെഡ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന ആശയമാണ് ഈ ഒരു കോൺവെർസേഷൻ ഓഫ് ഗസ്റ്റർ എന്ന് പറയുന്നത്. അതായത് വ്യക്തികള് സിഗ്നൽസ് മുഖേന പരസ്പരം എന്ത് ചെയ്യുന്നു? ആശയവിനിമയം നടത്തുന്നു. ഇനി നാലാമത്തതാണ് നീഡ് ഡിസ്പോസിഷൻ. അല്ലെ, ടാൾക്കോട്ട് പാഴ്സന്റെ ആണ് നീഡ് ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ആവശ്യങ്ങളും പ്രേരണകളും സൂചിപ്പിക്കുന്ന ആശയമാണ് നീഡ് ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. അത് ടാൾക്കോട്ട് പാഴ്സന്റെ ആണ്. അല്ലെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ
ആൻസേഴ്സ് വരുന്നത്. അപ്പൊ ഒന്നാമത്തത് ഡിസാസ്റ്റന്റ് പ്രോക്സിമേറ്റ്സ്, അതാരതാണ്? അത് ജെ റൊസേനിയോ. രണ്ടാമത്തത് സോഷ്യൽ ജിയോമെട്രി, അത് ജോർജ് സിമ്മൽ. മൂന്നാമത്തത് കോൺവെർസേഷൻ ഓഫ് ഗസ്റ്റർ, അതാരതാണ്? ജി എച്ച് മെഡ്. നാലാമത്തത് നീഡ് ഡിസ്പോസിഷൻ, അത് ടാൾപോട്ട് പാസം. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലെ. എ എന്ന് പറയുന്നത് രണ്ടാമത്തത്, ബി എന്ന് പറയുന്നത് നാലാമത്തത്, സി എന്ന് പറയുന്നത് ഒന്നാമത്തത്, ഡി എന്ന് പറയുന്നത് മൂന്നാമത്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഇത് മാച്ച് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്നുണ്ട്. അതിൽ ഈ ജിയോമെട്രി എന്നുള്ളത് ജോർജ് സിമ്മലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അത് വേഗം പഠിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash refers to the overlapping and interdependent system of advantage and disadvantage that positions people in സൊസൈറ്റി അല്ലെ. എന്താ പറയണത്? സമൂഹത്തില് വ്യക്തികളുടെ സ്ഥാനത്തെ നിർണയിക്കുന്ന പരസ്പരം കൂടിച്ചേരുന്നതും പരസ്പരം ആശ്രയിക്കുന്നതുമായിട്ടുള്ള നേട്ടങ്ങളുടെയും പരിമിതികളുടെയും വ്യവസ്ഥയെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ് വിളിക്കുന്നത്? അതിനെ പറയുന്ന പേരാണ് ഇന്റർസെക്ഷനാലിറ്റി അല്ലെ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ഇല്ലേ? കൂടി ഇങ്ങനെ ആക്കിട്ടോ ഞാൻ പറഞ്ഞേക്കണോ? പോയ വന്നിടുന്നു. എന്താണ് ക്ലിയർ ആയില്ല? നൗഷിദ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് റെഫേഴ്സ് ടു ദ ഓവർലാപ്പിംഗ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് സിസ്റ്റം ഓഫ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ദാറ്റ് പൊസിഷൻ പീപ്പിൾ ഇൻ സൊസൈറ്റി അല്ലെ. അതായത് സമൂഹത്തിൽ വ്യക്തികളുടെ സ്ഥാനത്തെ നിർണയിക്കുന്ന പരസ്പരം കൂടിച്ചേരുന്നതും പരസ്പരം ആശ്രയിക്കുന്നതുമായിട്ടുള്ള നേട്ടങ്ങളുടെയും പരിമിതികളുടെയും വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ ഇന്റർസെക്ഷനാലിറ്റി എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പുറത്തു വെക്കാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് ബിഫറക്കേറ്റഡ് കോൺഷ്യസ്നസ് അല്ലെ. അതായത് ബിഫർക്കേറ്റഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നിട്ടുള്ളത് ജുഡിത്ത് ബട്ട്ലർ ഉണ്ട്, പാട്രിഷ്യ ഹിൽ കോളിൻസ് ഉണ്ട്, ഡൊറോത്തി ഇ സ്മിത്ത് ഉണ്ട്, ജെസിയ ബെർണാഡ് ഉണ്ട് അല്ലെ. അതിൽ ആൻസർ ഏതാ വരുന്നത്? ഡൊറോത്തി ഇ സ്മിത്ത് ആണ് അല്ലെ. ഡൊറോത്തി ഇ സ്മിത്ത് ആണ് ഇത് ഈ ഒരു ബിഫർഗേറ്റഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് സ്വന്തം അനുഭവ ലോകത്തെയും അതേപോലെ സമൂഹത്തിലെ സ്ഥാപനങ്ങൾ നിർവചിക്കുന്ന ഡോമിനന്റ് ലോകത്തെയും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് ഈ ഒരു ബിഫറഗേറ്റഡ് കോൺഷ്യസ്നസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബിഫറഗേറ്റഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഡൊറോത്തി ഇ സ്മിത്തിൻ്റെത് ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Given below are two statements. One is labeled as assertion and the other is labeled as reason or assertion A. The logic assertion A എന്താ പറയുന്നത്? The logic of growth look likes of optimistic view of the world, suggesting that people have improved their lives by devising more productive technology അല്ലെ. റീസൺ ആറെന്താ പറയുന്നത്? എൻവയോൺമെന്റലിസ്റ്റ് purposes the counter argument that growth must have a limit അല്ലെ, ലിമിറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഓർഡർ ടു അവോയ്ഡ് എൻവയോൺമെന്റൽ കൊളാപ്സ് അല്ലെ. അതായത് എന്താണ് പറയുന്നത് ഇവിടെ? രണ്ട് പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒന്ന് അസർട്ടേഷന് എന്നും മറ്റൊന്ന് റീസണും തന്നിട്ടുണ്ട്. അതിൽ അസർട്ടേഷനിൽ എന്താ പറയണത്? അതായത് ലോജിക് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ആശയം കൂടുതൽ ഉൽപാദനക്ഷമമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിലൂടെ മനുഷ്യർ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെന്ന ശുഭാപ്തി വിശ്വാസപരമായിട്ടുള്ള ലോകവീക്ഷണമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അസർട്ടേഷൻ ഏല് പറയണത്. അതിന്റെ റീസൺ പറയണത് എന്താണ്? പരിസ്ഥിതിവാദികള് ഇതിനെതിരെ പരിസ്ഥിതി തകർച്ച ഒഴിവാക്കുന്നതിന് വളർച്ചയ്ക്ക് പരിധികൾ ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ റീസൺ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മളോട് ഇത് ശരിയായിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുന്നത്? അപ്പൊ നോക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ പറയണത് എന്താണ്? എയും അതേപോലെ തന്നെ ആറും
ശരിയാണ്. ആർ എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. ഒന്നാമത്തേൽ പറയണത് എ ബോത്ത് എ ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം കറക്റ്റ് ആണ് എന്നാണ് പറയണത് അല്ലെ. എയും ആറും എന്താണ് ശരി, അതല്ല സോറി, ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പോ ഒന്നാമത്തെ ഓപ്ഷനിൽ എന്താ പറയണത്, എ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. അതായത് എയും ആറും എന്ന് പറയുന്നത് ശരിയാണ്, ആർ എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് എയും ആറും ശരിയാണ്, എന്നാൽ ആർ എയുടെ ശരിയായിട്ടുള്ള വിശദീകരണം അല്ല. സി ഓപ്ഷനിൽ എന്താ പറയുന്നത്, ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് അല്ലെ. എ ശരിയാണ്, എന്നാൽ ആർ ആ റീസൺ പറഞ്ഞത് എന്താണ്, തെറ്റാണ് എന്നാ പറയണത്. ഇനി ഡി ഓപ്ഷനിൽ എന്താ പറയണത്, എ തെറ്റാണ്, ആറ് ശരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. അതായത് എയും ആറും ശരിയാണ്, എന്നാൽ ആറ് എന്തല്ല, എയുടെ ശരിയായിട്ടുള്ള ഒരു വിശദീകരണം അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ ഫോളോവിങ് മൂവ്മെന്റ്സ് ഇൻ ദ ടേംസ് ഓഫ് ദെയർ ഒക്യുറൻസ് അല്ലെ. എന്താ പറയണത്, താഴെ പറയുന്നില്ല, അതായത് പ്രസ്താവനകളെ കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കുറച്ച് മൂവ്മെന്റ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്, അത് നമ്മളോട് എന്താ പറയാ, കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്, ഒന്ന് എന്താ പറയാ മോപ്ല റിബല്യൺ, രണ്ടാമത്തത് നക്സൽബാരി മൂവ്മെന്റ്, അതേപോലെ ഇൻഡിഗോ റിബല്യൺ, അടുത്തത് തേബാഗ മൂവ്മെന്റ് അല്ലെ. ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. അതിനെ നമ്മളോട് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ് വരുന്നത് അല്ലെ. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ സി വരുമ്പോ ഏതാണ്, ആദ്യം സി ആണ് വരിക. ആദ്യം ഇൻഡിഗോ റിബല്യൺ ആണ് ആദ്യം വരുന്നത്, ഇൻഡിഗോ റിബല്യൺ ആണ്. അതേപോലെ രണ്ടാമത് എ ആണ് വരുന്നത്, മോപ്ല റിബല്യൺ ആണ്. പിന്നെ മൂന്നാമത് ഡി ആണ് വരുന്നത്, തേബാഗ മൂവ്മെന്റ് ആണ്. നാലാമത് വരുന്നതാണ് നക്സൽബാരി മൂവ്മെന്റ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ഓപ്ഷനിൽ പോകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ തന്ന പോലെ ഒരു അസർട്ടേഷനും അതിന്റെ റീസണും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. വൺ ഈസ് ലാബിൾഡ് ആസ് അസർട്ടേഷൻ എ ആൻഡ് ദ അതർ ഈസ് ലാബിൾഡ് ആസ് റീസൺ ആർ അസർട്ടേഷൻ എ according to Michael Foucault, power and knowledge are organically connected to each other. Reason എന്താ പറയണത്, the source of power is not necessarily derived from knowledge അല്ലെ. എന്താ പറയണത്, അതായത് മൈക്കൽ ഫോക്കൾട്ടിന്റെ അഭിപ്രായത്തില് അധികാരവും അറിവും അല്ലെ, അതായത് പവറും നോളേജും പരസ്പരം ജൈവികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ പറയണത്. അപ്പൊ അതിന്റെ റീസൺ പറയണത് എന്താണ്, അധികാരത്തിന്റെ ഉറവിടം നിർബന്ധമായിട്ടും അറിവിൽ നിന്ന് ആയിരിക്കണം എന്നില്ല എന്നാണ് പറയണത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ എ അസർട്ടേഷൻ എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഇതിന്റെ റീസൺ പറഞ്ഞത് എന്തല്ല, അത് ശരിയല്ല അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എമിൽ ഡർക്കിംസ് ഫസ്റ്റ് പ്രൊഫഷറിയൽ പോസ്റ്റ് വാസ് ആസ് പ്രൊഫസർ ഓഫ് ഡാഷ് അല്ലെ. എന്താ പറയണത്, അതായത് എമിൽ ഡർക്കിമിന്റെ ആദ്യത്തെ പ്രൊഫസർ പദവി ഏത് വിഷയത്തിലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. എഡ്യൂക്കേഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഏതാണ് അതിന്റെ ആൻസർ വരുന്നത്, എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എന്താ പറയാ പ്രൊഫസർ പദവി അദ്ദേഹം കിട്ടിയിട്ടുള്ളത് എഡ്യൂക്കേഷനിലാണ്. അപ്പൊ എമിൽ ഡർക്കിംസ് ഫസ്റ്റ് പ്രൊഫസറിയൽ പോസ്റ്റ് വാസ് ആസ് പ്രൊഫസർ ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Who said urban relationships are not only specialized and impersonal, but they are also founded on self-interest അല്ലെ. എന്താണ് പറയണത്, അതായത് നഗരബന്ധങ്ങൾ പ്രത്യേകമായിട്ടുള്ളതും
വ്യക്തിപരമല്ലാത്തതും മാത്രമല്ല അല്ലെ, അവ എന്താണ്, സ്വാർത്ഥതയിൽ അധിഷ്ഠിതവുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? അപ്പൊ ഒരാളുടെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ലൂയിസ് വിർത്ത് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ലൂയിസ് വിർത്ത് ആണ് പറഞ്ഞത്. എന്ത്? നഗരബന്ധങ്ങള് പ്രത്യേകമായിട്ടുള്ളതും വ്യക്തിപരമല്ലാത്തതും മാത്രമല്ല, അവ സ്വാർത്ഥതയിൽ അധിഷ്ഠിതവുമാണ് എന്ന് അത് ഡിഫൈൻ ചെയ്തത് ആരാണ്? ലൂയിസ് വിർത്ത് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. GS ഗുരെ wrote the following books. Identify the correct chronological sequence of these publications. അല്ലെ, GS ഗുരേന്റെ കുറച്ച് ബുക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ കൊടുത്തിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ഒന്നെന്താണ്? ഇന്ത്യൻ സാധൂസ്, രണ്ടാമത്തത് ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻസ്, മൂന്നാമത്തത് കാസ്റ്റ് ആൻഡ് റൈസ് ഇൻ ഇന്ത്യ, നാലാമത്തത് ഗോഡ്സ് ആൻഡ് മെൻ. അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത്? GS ഗുരെ എഴുതിയിട്ടുള്ള ബുക്കുകളാണ് ഈ 4 അല്ലെ. അപ്പൊ GS ഗുരേന്റെ ബുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ബുക്ക് നമുക്ക് ഓർത്ത് വെക്കാം. പക്ഷെ നമ്മളോട് ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിലെ ക്രോണോളജിക്കൽ ഓർഡറിൽ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് വരുന്നത് തന്നെ ഏതാണ്? സി ഓപ്ഷൻ ആണ്. അതായത് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ ആണ് ഫസ്റ്റ് ഉള്ളത് വരുന്നത്. രണ്ടാമത്തത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ സാധൂസ് ആണ് വരുന്നത്. പിന്നെ ഡി ഓപ്ഷൻ ആണ് വരുന്നത്, ഗോഡ്സ് ആൻഡ് മെന്ന്. പിന്നെ ലാസ്റ്റ് ആണ് ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻ എന്നുള്ളത് വരുന്നത്. ഇതിന്റെയൊക്കെ വർഷം ഞാൻ നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. മറ്റേതിന്റെയും വർഷം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ GS ഗുരേന്റെ കുറച്ച് പിന്നെ വർക്കുകൾ തന്നിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് നോക്കുക, പിന്നെ കാസ്റ്റ് ആൻഡ് റൈസ് ഇൻ ഇന്ത്യ, അതേപോലെ രണ്ടാമത് ഇന്ത്യൻ സാധൂസ്, മൂന്നാമത്തത് ഗോഡ്സ് ആൻഡ് മെന്ന്, നാലാമത്തത് ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻ അല്ലെ. ഇങ്ങനെ ആണ് ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ GS ഗുരേന്റെ ബുക്കുകളാക്കാൻ തന്നാൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ GS ഗുരേന്റെ ബുക്കുകളാണെന്ന് പഠിച്ചു വെക്കുക. കാസ്റ്റ് ആൻഡ് റൈസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സാധൂസ്, ഗോഡ്സ് ആൻഡ് മെന്ന്, ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടെ ആദ്യം മുതൽ പറഞ്ഞു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിയാസ്പോറ ആസ് എ ഡിസ്പേർഷൻ ഓഫ് പീപ്പിൾ ത്രൂ ഔട്ട് ദ വേൾഡ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അതായത് എന്താ പറയണത്? ലോകമെമ്പാടുമുള്ള ആളുകളുടെ ചിതറിപ്പാർപ്പായിട്ട് കണക്കാക്കുന്ന ഡിയാസ്പോറ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് താഴെ പറയുന്നതിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത് അല്ലെ. ആൻസർ എന്താണ്? ബി ഓപ്ഷൻ ആണ്. ബിയും സിയും ആണ് ശരി. ഏതൊക്കെയാണ് അപ്പൊ ശരി? എമർജൻസ് ഓഫ് എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റീസും അതേപോലെ തന്നെ ഗ്രേറ്റർ കൾച്ചർ ഹൈബ്രിഡിറ്റി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തേതായിട്ട് തന്നിട്ടുള്ളത് കൺസെപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് പ്രൊപ്പൗണ്ടേഴ്സിന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ഒന്നാമത്തെ ആളാരാണ്? ഒന്നാമത്തെ കൺസെപ്റ്റ് എന്താണ്? ഡിസ്റ്റന്റ് പ്രോക്സിമേറ്റ്സ് അല്ലെ. ഡിസ്റ്റന്റ് പ്രോക്സിമേറ്റ് ആരതാണ്? ജെ റൊസീനിയോന്റെ ആണ്. രണ്ടാമത്തെ സോഷ്യൽ ജിയോമെട്രി അല്ലെ. സോഷ്യൽ ജിയോമെട്രി ആരതാണ്? ജോർജ് സിമ്മലിൻ്റെതാണ്. മൂന്നാമത്തത് കൺവേർഷൻസ് ഓഫ് ഗസ്റ്റർ അല്ലെ. അതാരതാണ്? GH മെഡിൻ്റെതാണ്. അതേപോലെ നീഡ് ഡിസ്പോസിഷൻ അതാരതാണ്? അത് ടാൾകോട്ട് പാഴ്സന്റെ ആണ്. അപ്പൊ അങ്ങനെയാണ് അത് മാച്ച് ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ഡാഷ് റെഫേഴ്സ് ടു ദ ഓവർലാപ്പിംഗ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് സിസ്റ്റം ഓഫ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ദാറ്റ് പൊസിഷൻ പീപ്പിൾ ഇൻ സൊസൈറ്റി അല്ലെ. എന്താ പറയണത്? സമൂഹത്തിൽ വ്യക്തികളുടെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്ന പരസ്പരം കൂടിച്ചേരുന്നതും പരസ്പരം ആശ്രയിക്കുന്നതുമായിട്ടുള്ള നേട്ടങ്ങളുടെയും പരിമിതികളുടെയും വ്യവസ്ഥയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യന്. എന്താണ് ആൻസർ? ഇന്റർ സെക്ഷനാലിറ്റി. എന്താണ് ആൻസർ? ഇന്റർ സെക്ഷനാലിറ്റി. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് ബിഫറഗേറ്റഡ് കോൺഷ്യസ്നസ് അല്ലെ. ഇത് ആരുടെ കൺസെപ്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യന്. ആരതാണ്? ഡൊറോത്തി ഇ സ്മിത്തിന്റെ കൺസെപ്റ്റ് ആണ് ബിഫറഗേറ്റഡ് കോൺഷ്യസ്നസ് എന്ന് പറയണത് അല്ലെ. അതെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
അതായത് സ്ത്രീകൾക്ക് സ്വന്തം അനുഭവ ലോകത്തെയും അതേപോലെ സമൂഹത്തിലെ സ്ഥാപനങ്ങൾ നിർവചിക്കുന്ന ഡോമിനന്റ് ലോകത്തെയും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഞ്ചാമത്തത് ഒരു അസർട്ടേഷനും അതിന്റെ റീസണും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസർട്ടേഷൻ എ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ അല്ലെ. അസർട്ടേഷനിൽ എന്താ പറയുന്നത്? ദ ലോജിക് ഓഫ് ഗ്രോത്ത് ലുക്ക് ലൈക്സ് ഓഫ് ഒപ്റ്റിമിസ്റ്റിക് view of the world, suggesting that people have improved their lives by diversing more productive technology. And the reason എന്താ പറയുന്നത്? Environmentalist purpose the counter argument that growth must have limits in order to avoid environmental collapse അല്ലെ. ഒന്നാമത്തെ ഓപ്ഷനിൽ എന്താ പറയുന്നത്? അസർട്ടേഷൻ പറയണത് അതായത് ലോജിക് ഗ്രോത്ത് എന്ന് പറയുന്ന ആശയം കൂടുതൽ ഉൽപാദനക്ഷമമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിലൂടെ മനുഷ്യർ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി എന്ന ശുഭാപ്തി വിശ്വാസപരമായിട്ടുള്ള ലോക വീക്ഷണമാണ് സൂചിപ്പിക്കുന്നതെന്ന്. അതിന്റെ റീസൺ പറയുന്നത് എന്താണ്? പരിസ്ഥിതിവാദികൾ ഇതിനെതിരെ പരിസ്ഥിതി തകർച്ച ഒഴിവാക്കുന്നതിന് വളർച്ചയ്ക്ക് പരിധികൾ ഉണ്ടായിരിക്കണമെന്നാണ് വാദിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ ഒക്കറൻസ് അല്ലെ. നമുക്ക് കുറച്ച് മൂവ്മെന്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് എന്ത് ചെയ്യാനാണ്? നമ്മളോട് ഓർഡറിൽ ആക്കാൻ അല്ലെ. ആദ്യമുള്ളത് മുതൽ ഇങ്ങനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് എന്താണ്? മാപ്പിള റിബല്യന്, രണ്ടാമത്തത് നക്സൽ ബാരി മൂവ്മെന്റ്, മൂന്നാമത്തത് ഇൻഡിഗോ റിബല്യന്, നാലാമത്തത് തേബാഗ മൂവ്മെന്റ് അല്ലെ. അതിനെ ഓർഡറിലാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇൻഡിഗോ റിബല്യന്, പിന്നെ മാപ്പിള റിബല്യന്, പിന്നെ തേബാഗ മൂവ്മെന്റ്, പിന്നെ നക്സൽ ബാരി മൂവ്മെന്റ്. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് അല്ലെ. ആദ്യം സി വരും, പിന്നെ എ, പിന്നെ ഡി, പിന്നെ ബി. അങ്ങനെയാണ് ഓപ്ഷൻ പോകുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനും ഒരു അസർട്ടേഷനും അതുപോലെ തന്നെ അതിന്റെ റീസണുമാണ് തന്നിട്ടുള്ളത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസർട്ടേഷൻ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ അല്ലെ. അസർട്ടേഷനിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു മൈക്കൽ ഫോക്കൾട്ട്, പവർ ആൻഡ് നോളജ് ആർ ഓർഗാനിക്കലി കണക്റ്റഡ് ടു ഈച്ച് അതർ. അതിന്റെ റീസൺ എന്താ പറയുന്നത്? ദ സോഴ്സ് ഓഫ് പവർ ഈസ് നോട്ട് നെസസറിലി ഡിറൈവ്ഡ് ഫ്രം നോളജ് അല്ലെ. എന്താ പറയുന്നത്? അതായത് മൈക്കൽ ഫോക്കട്ടിന്റെ അഭിപ്രായത്തില് പവറും നോളേജും പരസ്പരം ജൈവികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയണേ. അതിന്റെ റീസൺ പറയുന്നത് അധികാരത്തിന്റെ ഉറവിടം നിർബന്ധമായിട്ടും അറിവിൽ നിന്ന് ആയിരിക്കണം എന്നില്ല. അതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. അപ്പൊ എന്ന് പറയുന്നത് മൈക്കൽ ഫോക്കട്ടിന്റെ ആ ഒരു കാര്യം ശരിയാണ്, പക്ഷെ അതിന്റെ റീസൺ പറഞ്ഞത് എന്തല്ല? അത് കറക്റ്റ് അല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എമിൽ ഡർക്കിംസ് ഫസ്റ്റ് പ്രൊഫഷറിയൽ പോസ്റ്റ് വാസ് ആസ് പ്രൊഫസർ ഓഫ് അല്ലെ. അതായത് എമിൽ ഡർക്കിമിന്റെ ആദ്യത്തെ പ്രൊഫസർ പദവി ഏത് വിഷയത്തിലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വിഷയത്തിലായിരുന്നു? എഡ്യൂക്കേഷനിലായിരുന്നു അല്ലെ. എഡ്യൂക്കേഷനിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രൊഫസർ പദവി. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഡെഫിനിഷൻ തന്നിട്ട് അത് ആര് പറഞ്ഞു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹു സെഡ് അർബൻ റിലേഷൻഷിപ്സ് ആർ നോട്ട് ഓൺലി സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഇംപേഴ്സണൽ അല്ലെ, ബട്ട് ദേ ആർ ആൾസോ ഫൗണ്ടഡ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. എന്താ പറയണത്? നഗരബന്ധങ്ങള് പ്രത്യേകമായിട്ടുള്ളതും വ്യക്തിപരമല്ലാത്തതും മാത്രമല്ല, അവ സ്വാർത്ഥതയിൽ അധിഷ്ഠിതവുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ലൂയിസ് വെർത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ലൂയിസ് വെർത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. GS Ghurye wrote the following books. Identify the correct chronological sequence of ദിസ് പബ്ലിക്കേഷൻസ് അല്ലെ. GS Ghuryeന്റെ കുറച്ച് ബുക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മളോട് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ബുക്കാണ് തന്നിട്ടുള്ളത്? ഇന്ത്യൻ സാധൂസ് ആൻഡ് അതർ എക്സ്പ്ലോറേഷൻസ്, കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ഗോഡ്സ് ആൻഡ് മെൻ. അപ്പൊ ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡറിൽ ആക്കുക? ഒന്നാമതായിട്ട് വരിക കാസ്റ്റ് ആൻഡ് റൈസ് ഇൻ ഇന്ത്യ, രണ്ടാമത് ഇന്ത്യൻ സാധൂസ്, മൂന്നാമത്തത് ഗോഡ്സ് ആൻഡ് മെന്ന്, നാലാമത്തത് ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻ. ഇങ്ങനെയാണത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ ആക്കുക.
അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു ക്വസ്റ്റ്യന്റെയും വർഷങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തേലും പറയാനുണ്ടോ? മൈക്ക് ഓൺ ആക്കി പറയാട്ടോ. ആർക്കൊന്നും പറയല്ലേ. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? മാം ആരെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ട് mic- കേൾക്കുന്നുണ്ട് മാം. ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ഇനി ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഓക്കെ മാം. മാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ട്രിക്സ് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പം നമ്മൾ ക്രോണോളജി ഒക്കെ നോക്കുന്ന സമയത്തെ ഇപ്പൊ ആ, അവസാനത്തെ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യനിൽ ക്രൊണോളജി ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ഇതിന്റെ വർഷം പഠിക്കുക തന്നെ വേണം. ഇപ്പൊ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ ഏത് വർഷത്തിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നും, അതേപോലെ ഇന്ത്യൻ സാധുസ് എന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഗോഡ്സ് ആൻഡ് മെൻ എന്നാണ്, ഐ ആൻഡ് അതർ എക്സ്പ്ലോറേഷൻ എന്നാണ്. എന്നാൽ മാത്രമുള്ളൂ നമുക്കത് കറക്റ്റ് ഓർഡറിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുക. അപ്പൊ ഓരോരുത്തരുടെയും ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബുക്കിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഈ കുറെ ബുക്സ് തന്നിട്ട് അതിൽ ഇന്ന ആളുടെ ബുക്ക് ഏതാണെന്ന് കണ്ടെത്താനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോഴും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ബുക്കൊക്കെ നമ്മൾ അറിയണം. അതേപോലെ ഇതിന്റെ വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വർഷം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ പിന്നാലെ തന്നെ ഓരോ ആളുകളുടെയും ബുക്ക് പഠിക്കുമ്പോൾ ആ ഒരു വർഷം കൂടെ നമ്മളവിടെ പഠിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്താൽ അത് സിമ്പിൾ ആവും. എന്നിട്ട് ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഓക്കെ. അപ്പൊ ഓക്കെ, എന്നാ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം.